അച്ച് പൈസ മാറിയിട്ട് അതൊക്കെ എല്ലാം നോക്കണം കേട്ടോ, ഒന്നും മിസ്റ്റേക്ക് വരാതെ കേട്ടോ. ഡോളറായി എല്ലാം ആ പേപ്പറെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഡോളറായി. ആപ്പിൾ എടുക്കുക, നമ്മളെ മിക്സിയെക്കാട്ടും ഫാസ്റ്റായിട്ടാണ് ഇടുവേ. എന്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഓക്കെ, കാണുന്നില്ല, അതിലൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ 2 രൂപ എടുത്തിട്ട് ഫിംഗറിലേക്ക് വെക്കാൻ പോവാ. ഫിംഗറിലോട്ട് വെക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ. ഈ 1 രൂപ എടുത്ത് ഈ ഫിംഗറിലും വെച്ചു. ഓക്കെ ഓക്കെ. 2 1 3. ഓക്കെ. മജീഷ്യന്മാരൊക്കെ 5 എന്നാ പറയും. 5. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിരുമേലിയ കണ്ണനാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി ചെറുകച്ചാല് റൂട്ടിലാണ്. നമ്മുടെ കലാകാരൻ്റെ തട്ടുകളാണ്. അത്യാവശ്യം ഫേസ്ബുക്കിലൊക്കെ നല്ല റീച്ചാണ് നമ്മുടെ ആള്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമുക്ക് അതോട്ടൊന്ന് കയറാം. ഉല്ലാസ് ഭായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ ഉഷാറായിട്ട് പോകുന്നു, കുഴപ്പമില്ല. ഉഷാറായിട്ട് പോകുന്നു. ഡള്ളായിരുന്നു, പക്ഷേ ഇപ്പൊ നല്ല ഹാപ്പിയാണ്. നമ്മള് കച്ചവടത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ മാജിക് പരിപാടി നിർത്തത്തില്ല അല്ലേ? അതെ അതെ അതെ. പിന്നെ പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഷോസ് ഇപ്പൊ ബുക്കിംഗ് ഉണ്ട്. ഓണത്തിന് ഞാൻ 10 ദിവസം പുറത്തായിരുന്നു. എങ്ങനെയുണ്ട് ജ്യൂസ്? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ നമുക്ക് എങ്ങനെയാ പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ എങ്ങനെ? ഷോസ് എനിക്കിപ്പോ നല്ല ബുക്കിംഗ് ഉണ്ട്. നേരത്തെ ബുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഈ കൊറോണ മുഖാന്തരം കലാകാരന്മാരൊക്കെ അടി പറഞ്ഞു. കലാകാരന്മാർ എല്ലാവരും ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം. അപ്പം ഒത്തിരി സാമ്പത്തികം ഉള്ളവന് സഹായത്തിന്റെ ആവശ്യമില്ല. പിന്നെ തീരെ പാവപ്പെട്ടവരെ ആരൊക്കെ സഹായിക്കും. ഈ ഇടത്തരക്കാരാ പെട്ടുപോകുന്നത്. നമ്മളെയൊക്കെ ആരും സഹായിക്കില്ല. പക്ഷെ അതൊക്കെ ദൈവം കണ്ടു. അപ്പം ഇങ്ങനെ ഒരു കട തുടങ്ങി. ആ കട അപ്പം ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട്. നമ്മൾ ജ്യൂസിനൊക്കെ ഒരു നല്ല പേരുണ്ട്. പിന്നെ മാജിക്കൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, പഴയതിലൊക്കെ ഒത്തിരി മാറ്റമായി, ഒരുപാട് ജീവിതത്തിൽ മാറ്റമായി. പിന്നെ ഒരു പുതിയ ഫിലിമിൽ കിട്ടിയിരുന്നു. ഞാനത് എടുത്തിട്ടില്ല, കാരണം ഒരു മൈനസ് ക്യാരക്ടറാണ്. അപ്പം എടുക്കാത്തതിന്റെ കാര്യം, ഞാൻ ഈ അന്ധവിശ്വാസങ്ങൾക്ക് ഒത്തിരി എതിരാണ്. അന്ധവിശ്വാസങ്ങൾക്ക് അതിനെതിരെ സംസാരിക്കുന്ന ഒരു മജീഷ്യനാണ്. അപ്പൊ പുതിയ കിട്ടിയ ഫിലിം ഒരു ദുർമന്ത്രവാദത്തിന്റെ ഒരു ഇപ്പൊ തന്നെ കണ്ടോ, മറ്റേ കൊലപാതകമൊക്കെ കണ്ടില്ലേ? അതൊക്കെ ഞാൻ കണ്ടു. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതൊക്കെ മഹാമോശമാണ്. നമ്മുടെ കേരള സാക്ഷര കേരളം പറഞ്ഞിട്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതൊക്കെ തെറ്റായ, കാരണം ഇതൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ പോലും ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്നു. ദേ ഹാവ് ടു ഡു ബിഹൈൻഡ് ഓഫ് ദ മാജിക്. എത്ര വലിയ മന്ത്രവാദിയായാലും, എത്ര വലിയ എന്താ പറയാ, നമുക്ക് ഈ കൊറോണ വന്നു, എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, എത്ര ഭർത്താക്കന്മാർ ഭാര്യമാരെ നഷ്ടപ്പെട്ടു, ഒത്തിരി കുടുംബം അനാഥമായി പോയി. ആ വമ്പ് ഉള്ളവനെ ഇല്ലാത്തവനും JCB തോണ്ടിയാണ് വീട്ടിലേക്ക് വെച്ചത്. അന്ന് പ്രവാചകനെയും ഒരു പാസ്റ്ററേയും ഒരു അത്ഭുത രോഗശാന്തിക്കാരൊന്നും കണ്ടില്ലായിരുന്നു. ഇവരൊക്കെ വാക്സിന് ക്യൂ നിന്നും എല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പം ഇപ്പൊ രോഗശാന്തിക്കാരുടെയും അത്ഭുത പ്രവാചകന്മാരുടെയും ഒരുപാട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാജിക് അല്ലെങ്കിൽ മെന്റലിസം അത്ര തന്നെ. നമ്മൾ ഈ എന്താ കച്ചവടത്തിന് പ്രോഗ്രാമിന് പോകുമ്പോ ഷോപ്പ് എന്താ ചെയ്യാ? സാർ, ഞാൻ ഒരാളെ നിർത്തിയിരുന്നു. പക്ഷെ വരുന്ന കസ്റ്റമറൊക്കെ എന്നെ കാണാൻ വേണ്ടിയാ കൂടുതൽ. ഉല്ലാസ് ഭായിയുടെ ആ ഒരു കൈ കൊണ്ടടിച്ച ആ ഒരു കഴിവെന്നല്ല, ഗോഡ് ഗ്രേസ് അത്ര തന്നെ. പിന്നെ അപ്പോ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? എന്താ പറയാ, ചോദിക്കും സാർ, എങ്ങനെയുണ്ട് നമ്മുടെ ജ്യൂസ്? എങ്ങനെയുണ്ട്? വളരെ നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നു. അടിപൊളി ജ്യൂസ്. അടിപൊളിയാ ജ്യൂസ് എങ്ങനെയുണ്ട്? നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും, നല്ല. നമ്മുടെ ഉല്ലാസ് ഭായിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വർക്കിൻ്റെ ഇടയിൽ മാജിക്ക് കാണിക്കും. അതാണ് ഒരു വ്യത്യാസം. ഒന്ന് കാണിക്കുമോ? വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യനാണ്. എന്തെങ്കിലും ചെയ്യാം. വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ ഏകദേശം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജ്യൂസ് പോകുന്ന കട. പക്ഷെ ഇവിടെ കറണ്ടും ഇല്ല, മിക്സി ഇല്ല. അതാണ് ഇവിടുത്തെ കറണ്ടില്ല, മിക്സി ഇല്ല, ഇതാണ്. പക്ഷെ ഇവിടെ കറണ്ട് ഇല്ല, ഒരു മിക്സി പോലും ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ജ്യൂസ് ചെയ്യാവുന്ന കട ഇതാണ്. അതൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. നമ്മുടെ നാട്ടുകാർ നല്ല സപ്പോർട്ടല്ലേ? അതെ. അവിടെ നിന്നൊരു ഫാമിലി വന്നു, ഒരു മാഡം വന്നു, ഒരു വില്ലേജ് ഓഫീസറാണ്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ജ്യൂസ് വേണ്ട, ഞാൻ ഉല്ലാസിന്റെ കട്ടിങ് കാണാൻ വന്നാണ്. നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഉല്ലാസ് ഭായിയുടെ കട്ടിങ് നമുക്കൊന്ന് കാണാം. സിമ്പിൾ പരിപാടി. ആപ്പിൾ എടുക്കുക, നമ്മളെ മിക്സിയെക്കാട്ടും ഇടുവേ. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. നിമിഷങ്ങൾ കൊണ്ടാണ് അത് പീസായത്. ഉല്ലാസ് ഭായി, നമ്മുടെ മൈൻഡ് ഇതിൽ തന്നെ വേണമല്ലേ? പ്രാക്ടീസാണ് മെയിനായിട്ടല്ലേ? സമ്മതിക്കാം. നമ്മുടെ കട്ടിങ് ഒരു മാജിക്കിലോട്ട് പോകാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ പറയാ, രാവിലെ തിരക്കുണ്ട്, അപ്പൊ ഒത്തിരി പ്രോപ്പർട്ടി ഒന്നുമില്ല, സിമ്പിൾ ഒരു മാജിക്. ഓക്കെ.
അപ്പോൾ ഒരു വലിയ ഒരു മാജിക് ഇല്ല. ഓക്കെ. നമുക്ക് ട്രിക്സ് മനസ്സിലാവും. ഓക്കെ. പക്ഷെ ഇതൊരു സിമ്പിൾ ഒരു പ്ലാമിംഗ് ആണ്. ഓക്കെ. എൻ്റെ കയ്യിൽ ശ്രദ്ധിക്കുമല്ലോ, ആ 2 കോയിൻ ഉണ്ടാവും. ഓക്കെ. ഇതൊരു 2 രൂപ കോയിനാണ്. 2 രൂപ കാണുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഇതൊരു 1 രൂപയുടെ കോയിൻ. 1 രൂപയുടെ കോയിൻ ഒന്ന് കവർ ചെയ്ത് ശരിക്കും. ഓക്കെ. ഓക്കെ. ഒരു 2 രൂപയുണ്ട്, ഒരു 1 രൂപയുടെ കോയിനും ഒരു 2 അശോക ചക്രം ഇങ്ങനെ ഉണ്ടാവും. അല്ലേ? കാണാൻ വയ്യ. ഓക്കെ. 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 അപ്പോൾ ഈ ഒരു ഹാൻഡ് എം ഡി ഹാൻഡ്. ഓക്കെ. കാണുന്നില്ല, അതിലൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഈ 2 രൂപ എടുത്തിട്ട് നമ്മൾ ഫിംഗറിലേക്ക് വെക്കാൻ പോവാം. സിമ്പിളാണ്, ഫിംഗറിലോട്ട് വെക്കാൻ പോവാണ്. ഓക്കെ. ഓക്കെ. ഈ 1 രൂപ എടുത്ത് ഈ ഫിംഗറിലും വെച്ചു. ഓക്കെ. ഓക്കെ. 2 1 3. ഓക്കെ. മജീഷ്യന്മാരൊക്കെ 5 എന്നാ പറയും. 5. അയ്യോ, അപ്പൊ സിമ്പിൾ. പൊളിച്ചു. അപ്പം 1 രൂപ സാറിന് കൈ കാണിച്ച അപ്പം 1 രൂപ ഈ കയ്യിലേക്ക് വെച്ചു. പിന്നെ ഇവിടെ 4 രൂപ ഉണ്ടാവും. 2 രൂപ എടുത്ത് ഈ കയ്യിലേക്ക് കൊടുത്തു. 2 രൂപ സിമ്പിൾ ആയിട്ട് ഇവിടെയും വെച്ചു. അപ്പം ഈ ഒരു സാധനം അത് പോയി സിമ്പിൾ ആയിട്ട്. അപ്പൊ ഈ 2 രൂപ ഉണ്ടാവും. വീണ്ടും ഈ ഫിംഗറിലേക്ക് വെച്ചു. അന്തരീക്ഷത്തിൽ പിടിച്ചിങ് എടുക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. യെസ്, ദേ വന്നു, തിരിച്ചു വന്നു. യെസ്, കൊള്ളാം. ഉല്ലാസ് ഭായി തകർത്തു. ജ്യൂസ് തരാം. നമ്മുടെ സ്പെഷ്യൽ കുലിക്കില്ലേ? അതെ അതെ. ഉല്ലാസ് ഭായി ആ ഒരു വർക്കിനിടയിൽ ആ ഒരു മാജിക് കാണാനാണ് എല്ലാവരും സത്യത്തിൽ ഇദ്ദേഹത്തെ ഇവിടെ തേടി വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു അദ്ദേഹത്തിന്റെ കഴിവ്. അതാണ്. ഇതാണ് നമ്മൾ സ്പെഷ്യൽ ഇട്ട ഇപ്പോൾ ഇത് മിക്സ് ഫ്രൂട്ട് ആണ്. എല്ലായിട്ടും മിക്സ് ഫ്രൂട്ട്, കട്ട് ഫ്രൂട്ട് ആണ്. കട്ട് ഫ്രൂട്ട്. ഓക്കെ. ബാക്കി അതിന്റെ ഇംഗ്ലീഷ് എല്ലാം ഞാൻ പറയില്ല. അത് നമ്മുടെ സീക്രട്ട് അല്ലേ? അതാണ്. എസൻസ് വല്ലതും ആണോ? അല്ല, നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഓക്കെ. വേറെ അങ്ങനെ കെമിക്കൽ അങ്ങനെയുള്ളതൊന്നും അല്ല. ഓക്കെ. പിന്നെ നമുക്ക് കെമിക്കൽ ചേരാത്ത, വിഷം അടിക്കാത്ത നാടൻ ഫ്രൂട്ടുകൾ. ഈ കമ്പിളി നാരങ്ങ, നാടൻ പേരയ്ക്ക, നമ്മൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ് പ്രത്യേകത. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ മാജിക്കിലേക്ക് പോകാം. ഓക്കെ. നമ്മൾ അടുത്തൊരു മാജിക്കാണ്. ഒന്നുകൂടെ കണ്ടു. അച്ചു. ഇഷ്ടപ്പെട്ട രാജ്യം പറഞ്ഞാണെങ്കിലും അമേരിക്ക. അപ്പം അച്ഛന് അമേരിക്കയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് ഇമേജിങ് മാത്രമാണ് കേട്ടോ. അപ്പം അച്ഛനിങ്ങനെ അമേരിക്കയിൽ പോകുന്നതായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക കേട്ടോ. മനസ്സിൽ പ്ലാൻ ചെയ്താൽ മതി. ഒരു ഇമേജിങ് പേപ്പറാണ്. ഒന്ന് ഇതാ അമേരിക്കയിൽ പോകുന്നതായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. ചെയ്തല്ലോ. 2 ഫ്ലൈറ്റിൽ കയറിയല്ലോ. അടുത്തത് അമേരിക്കൻ എയർപോർട്ടിലേക്ക് ഇറങ്ങി. പിന്നെ അച്ഛൻ്റെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നു. ചെയ്തല്ലോ. അടുത്ത പോകുമ്പോഴൊക്കെ ഇന്ത്യൻ മണി ഉണ്ടാവും അല്ലേ? അത് എക്സ്റ്റൻഡ് കൊടുത്ത് മാറി വെക്കും. ഇത്ര ഇമേജ് ചെയ്തോ. അപ്പോൾ ഇതിൻ്റെ ഒരു പേപ്പർ ഇരിപ്പുണ്ട്. ഒന്നുകൂടെ നോക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ അച്ഛൻ അമേരിക്കയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നു. ഫ്ലൈറ്റിൽ കയറുന്നു, എയർപോർട്ടിൽ ഇറങ്ങുന്നു. അച്ഛൻ്റെ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്യുന്നു. പിന്നെ കുറേ ഇന്ത്യൻ മണി ഉണ്ടാവും, അത് കൊടുത്ത് ഒന്ന് എക്സ്റ്റൻഡ് മാറുന്നു. ഇത്ര ഇമേജ് ചെയ്തു. ഓക്കെ, ഇനി ആ പേപ്പറിൽ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഇമേജിംഗ് ആണ് ഈ മാജിക്കിൻ്റെ ഏറ്റവും വലുത്. അപ്പോൾ ഞാൻ ഈ പേപ്പറെല്ലാം ഒന്ന് മടക്കി വയ്ക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, നമ്മളിതെല്ലാം ഒന്ന് അതുപോലെ മടക്കി വെച്ചേക്കാണ്. അച്ചീവ് ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഇമേജിങ് ഏതായിരുന്നു? പൈസ മാറുന്നു. അപ്പം അച്ചി പൈസ മാറിയിട്ട് അതൊക്കെ എന്നെ നോക്കണം കേട്ടോ. ഒന്നും മിസ്റ്റേക്ക് വരാതെ കേട്ടോ. എല്ലാം ആ പേപ്പറെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം അമേരിക്കൻ ഡോളറായി മാറി. ഓക്കെ. അയ്യോ, ഒന്നും പറയണ്ട കേട്ടോ. സൂപ്പർ. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നമ്മുടെ കലാകാരൻ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ലോകം അറിയണം, ഇനിയും ലോകം അറിയണം. എന്താ പേര്? ജ്യൂസ് അടിച്ചോ? എന്താണ് പറയാനുള്ളത്? സ്ഥിരം കസ്റ്റമറാണ്. തീർച്ചയായിട്ടും ഇതിൽ വരുന്നവർ ഒന്ന് കയറി കഴിക്കുന്ന സാധനമാണ്. അടിപൊളി സാധനമാണ്. അടിപൊളി. ഈ ജ്യൂസിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഒരു മെസ്സേജ് പാസ് ചെയ്യാം. അത്ഭുതങ്ങൾ കാട്ടി ഭക്തരുടെ കണ്ണു പൊട്ടിക്കുന്ന മനുഷ്യ ദൈവങ്ങൾ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം മാജിക് തന്നെയാണ്. നമ്മൾ സാക്ഷര കേരളം നമ്മൾ ഇനിയെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെയും ഈ ആഭിചാരത്തിൻ്റെയും പുറകെ ദൈവമായിട്ട് ബന്ധം നമുക്കുണ്ടാവണം. ഒരു മീഡിയയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, മനുഷ്യനെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവങ്ങളെ വിശ്വസിക്കുക. അവരൊക്കെ ചെയ്യുന്നതെല്ലാം സത്യം. അപ്പോൾ നമ്മളും കുടിച്ചു അടിപൊളി ഒരു ജ്യൂസ്. കീട് ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ചങ്ങനാശ്ശേരിയിൽ നിന്ന് കറുകച്ചാൽ പോകുന്ന റൂട്ടിൽ ഉല്ലാസ് ഭായിയുടെ കടയിൽ കയറണം. അടിപൊളി ജ്യൂസാണ്. മാജിക്കും കാണാം.
അപ്പോൾ പിന്നെ അച്ഛന്മാരെ നമ്മൾ പിടിപാടാകുവാണ്. അപ്പോൾ നമ്മുടെ പേജ് മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.